ഇനി തന്നിരിക്കുന്ന രണ്ട് ചരങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണ്? ബന്ധം വളരെ ശക്തമായ ബന്ധമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കാണിക്കുക. അതിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ രണ്ട് ചരങ്ങൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം ബന്ധം ശക്തമാണെന്നൊക്കെ അറിയാനാണ് കോറിലേഷൻ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ കോറിലേഷനിൽ നമ്മൾ 0 മുതൽ 1 വരെയുള്ള ഒരു എന്തായിരിക്കും ബന്ധമായിരിക്കും കാണാം. അപ്പോൾ ഇതിൽ കാര്യമായിട്ടുള്ളത് രണ്ടായി തിരിക്കാൻ പറ്റും കോറിലേഷന്, സഹബന്ധത്തെ. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ചരം വരുമാനം കൂടുമ്പോൾ വൈൻ്റെ വരുമാനം എന്ത് ചെയ്യുക, ഉപഭോഗം കൂടുക. ഇനി എക്സിൻ്റെ ചരത്തിൻ്റെ വരുമാനം കുറയുമ്പോൾ എന്ത് ചെയ്യും, വൈൻ്റെ ഉപഭോഗവും കുറയാം. അതായത് ഒരു ഐസ്ക്രീമിൻ്റെ വില കൂടുമ്പോൾ എന്ത് ചെയ്യുക, രണ്ടും ഒരേ ദിശയിലേക്ക് എന്ത് ചെയ്യുക, ഐസ്ക്രീം വില കൂടുമ്പോൾ ഉപയോഗം കൂടുക, ഐസ്ക്രീമിൻ്റെ വില കുറയുമ്പോൾ എന്ത് ചെയ്യുക, ഉപയോഗം കുറയാം. അപ്പോൾ അങ്ങനെ പോലെയാണ് പോസിറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാലോ, എക്സ് വർദ്ധിക്കുമ്പോൾ എന്താവും, വൈ കുറയാം. അങ്ങനെ ആപ്പിളിൻ്റെ വില കൂടുമ്പോൾ ആളുകൾ വാങ്ങാതിരിക്കുക, ഡിമാൻഡ് കുറയാം. പിന്നെ നേരെ മറിച്ച് സംഭവിക്കാം, അതായത് എക്സ് കുറയുമ്പോൾ വൈ കൂടുക. അതായത് ആപ്പിള് സാധനം വില കുറയുമ്പോൾ എന്ത് ചെയ്യുക, വൈന് ഡിമാൻഡ്, അതായത് ഡിമാൻഡ് കൂടുക. ഇതാണ് നെഗറ്റീവ് സഹബന്ധം എന്ന് പറഞ്ഞാൽ. ഇത് കണ്ടെത്താനുള്ള വഴികൾ 3 വഴികളപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം, അടുത്ത് കാൾപിയേഴ്സന്റെ കോഎഫിഷ്യന്റ് സഹബന്ധം, പിന്നെ സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധം. ഫസ്റ്റ് നമുക്ക് കാണാനുള്ളത് എന്താണ്, സ്കാറ്റർ ഡയഗ്രാമാണ്. ഇത് വളരെ എളുപ്പമാണ്. ഇതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഓരോ എക്സിൻ്റെയും വൈൻ്റെയും മൂല്യങ്ങൾ എന്ത് ചെയ്യും, ഒരു ഗ്രാഫിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോ ബിന്ദുക്കളായിട്ട് ഓരോ പോയിന്റുകളാക്കിയിട്ട് വെക്കും. എന്നിട്ട് നമുക്ക് അവിടെ ബിന്ദുക്കൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ വരച്ച സ്കാറ്റർ ബിന്ദുക്കളെല്ലാം ഒരു നേർരേഖയിലാണ്, ഒറ്റ വരയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് യൂണിറ്റിയാണ് എന്ന് പറയും. ഇനി വരച്ചതൊക്കെ ചുറ്റും ചിതറിക്കിടക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സഹബന്ധമുള്ളൂ. പിന്നെ വരച്ച സ്കാറ്റർ ബിന്ദുക്കൾ ഒരു നേർരേഖയിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെന്ത് പറയും, ലീനിയർ കോറിലേഷൻ എന്ന് പറയും. അത് നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് പോസിറ്റീവ് സഹബന്ധം. അങ്ങനെ 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 ചിതറിക്കിടത്തുകൊണ്ട് വരിക. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ബന്ധം കാര്യങ്ങളൊക്കെ. നെഗറ്റീവ് കോറിലേഷൻ ആണെന്നുണ്ടെങ്കിലോ ഇത് കൂടുന്നതാണ് അല്ലേ. പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് പോവുക, നെഗറ്റീവ് ആകുമ്പോൾ താഴോട്ടാണ് വരിക. പിന്നെ അതേപോലെ സഹബന്ധം ഇല്ലാത്ത അവസ്ഥ, ഒരു കോറിലേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വര പോലും വരക്കാൻ കഴിയില്ല. അപ്പോൾ അതിങ്ങനെ ഒരു അടിമുടിയൊക്കെ ആയിട്ട് ചെതറിക്കിടക്കുന്ന അർത്ഥം. ഇനി ഫുൾ പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണെങ്കിൽ എന്തായിരിക്കും, എല്ലാം ഒരു ഒറ്റ വരയിൽ വരും. ഓക്കെ, അതാണ് പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. പൂർണ്ണ നെഗറ്റീവ് സഹബന്ധമാണെങ്കിലോ എല്ലാം ഇങ്ങനെ ഒറ്റ വരയിൽ ഇങ്ങനെ താഴ്ന്നു വരും. മനസ്സിലായോ? പൊന്തുന്നതാണെങ്കിലൊക്കെ എന്താണ് പോസിറ്റീവും, താഴ്ന്നതാണെങ്കിൽ നെഗറ്റീവാണ്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, അതനുസരിച്ച് ചെയ്യാനാണ് പറയണത്. എക്സും 10 എക്സ് വൈയും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ തന്നിരിക്കുന്ന ഒരു ഗ്രാഫിലാക്കിയിട്ട് വരച്ചു, ഓരോ പോയിന്റുകൾ ഇട്ടു. എന്നിട്ട് ഓരോന്ന് നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഓരോന്ന് പോയിന്റ് ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് ഒറ്റ വരയിലാണ് വന്നത്. അപ്പോൾ എന്താണ്, പൂർണ്ണമായിട്ടും പോസിറ്റീവാണ് അല്ലേ, മേലോട്ടാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ പരിമിതികളും ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി അടുത്ത കാൾപിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കമാണ്. ഇത് കാര്യമായിട്ട് ഇതിൽ കോറിലേഷൻ ഉണ്ടോ ഇല്ലെന്നും, പിന്നെ +1നും -1നും അടിയിലാണ് ഒരു ഇത് വരിക ഇതിൻ്റെ റിലേഷൻ. അതായത് 0 ആണെങ്കിൽ ഒരു റിലേഷനും ഇല്ല, സഹബന്ധം ഇല്ല. പിന്നെ +1 ഫുള്ള് കിട്ടി കഴിഞ്ഞാൽ എന്താണ്, പൂർണ്ണമായിട്ടും എന്താണ് സഹബന്ധം ഉള്ളത്. -1 പറഞ്ഞാൽ തീരെ ഇല്ല, മറ്റേ നെഗറ്റീവ് കോറിലേഷനാണ്. ഇത് മറ്റേ പോസിറ്റീവ് പ്ലസ് ആകുമ്പോൾ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള പോയിന്റുകളൊക്കെ വരും. 0 എന്ന് പറഞ്ഞാൽ ഒറ്റ സഹബന്ധം ഇല്ല എന്നർത്ഥം. കാരണം 6 എന്ന് പറഞ്ഞാൽ സംഭവം അതാണ് അവിടെ പറയേണ്ടത്. 0 ആണെങ്കിൽ ഒരു തമ്മിലൊരു ബന്ധമില്ല. ഈ കള്ളി നോക്കിയാൽ മതി. -1 എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നെഗറ്റീവ് സഹബന്ധം, 0 എന്ന് പറഞ്ഞാൽ ഒരു സഹബന്ധം ഇല്ല, +1 എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പോസിറ്റീവ് സഹബന്ധമായിരിക്കും. പിന്നെ 0-ത്തേക്കാൾ കൂടുതലും 1-നേക്കാൾ കുറവാണെങ്കിൽ പോസിറ്റീവ് സഹബന്ധം, 0-ത്തേക്കാൾ കുറവും 1-നേക്കാൾ കൂടുതലാണെങ്കിൽ നെഗറ്റീവ് സഹബന്ധം. അത് കാണാൻ എന്ത് ചെയ്യേണ്ടി, ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ ഈ മെത്തേഡ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്താണെന്നുള്ളത് ഈ ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എക്സും വൈയും നമുക്ക് ഈ ഒരു ഉദാഹരണത്തിൽ തന്നിട്ടുണ്ട്. എക്സും വൈയും അവിടെ തന്നിട്ടുണ്ട്. നമ്മളത് എക്സിൻ്റെ ഒരു കളി വരക്കുക, വൈൻ്റെ ഒരു കളി ഇവിടെ വരക്കുക, രണ്ടോടെ എഴുതി കൊടുക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് കാണേണ്ട എക്സ് മൊത്തം ടോട്ടൽ കാണണം. എക്സ് 350 കാണാം, പിന്നെ വൈൻ്റെ ടോട്ടൽ മൊത്തം കാണാം, വൈ 310. പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ എക്സിൻ്റെ ആവറേജ് കാണാം.
ആവറേജ് കാണാൻ നമുക്ക് അറിയാം സിഗ്മ എക്സ് ടോട്ടൽ എക്സിനെ എൻ കൊണ്ട് ഹരിക്കുക അല്ലെ, എത്ര എണ്ണ ഉണ്ട് തന്നെ കൊണ്ട് ഹരിക്കുക. മൊത്തം 350 ഹരിക്കണം 10 35. അതേപോലെ വൈൻ്റെയും ആവറേജ് കാണാം. വൈൻ്റെ ആവറേജ് തന്നെ കാണാം സിഗ്മ വൈ ബൈ എൻ. വൈൻ്റെ ടോട്ടൽ മൊത്തം കൂട്ടുക 10 കൊണ്ട് ഹരിക്കുക അല്ലേ, എത്ര എണ്ണാണോ അതുകൊണ്ട് ഹരിക്കുക 31. എന്നിട്ട് നമ്മൾ ഈ ചിഹ്നം കണ്ടില്ലേ, വൈൻ്റെ ഈ ചിഹ്നം എന്താണ്, വൈൻ്റെ ആവറേജ് അല്ലേ, എക്സിൻ്റെ മേലൊരു വരട്ടാൽ എക്സിൻ്റെ ആവറേജ്, അങ്ങനെ അത് മനസ്സിലാക്കിക്കാം. എന്നിട്ട് ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഓരോ എക്സും എക്സിൻ്റെ ആവറേജ് നിന്ന് കുറക്കുക. അങ്ങനെ കുറച്ചിട്ടുള്ള സംഖ്യ ഇത് എക്സ് ആവറേജ് എത്ര നമുക്ക് കിട്ടിയ 35. 35 28 കുറക്കുക 7 -7 കിട്ടും. 28 കുറക്കണം 35 ചെയ്യുക, പിന്നെ 37 കുറക്കണം 35 ചെയ്താൽ 2. അങ്ങനെ ഓരോന്ന് കുറച്ചിട്ട് എന്ത് ചെയ്യുക, എക്സ് മൈനസ് ആവറേജ് നമ്മൾ ചെയ്യുക. എന്നിട്ട് പുതിയൊരു എക്സ് നമുക്ക് കിട്ടും, ചെറിയൊരു എക്സ്. എന്നിട്ട് അതിൻ്റെ സ്ക്വയറുകളും കാണാം, അതായത് ഇങ്ങനെ കുറച്ച് കിട്ടിയതിൻ്റെ സ്ക്വയറുകൾ, അതാണ് നമ്മളെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം. എക്സ് മൈനസ് ആവറേജിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കണ്ടെത്തിയതിൻ്റെ സ്ക്വയർ, അതായത് ഓരോ എക്സ് നിന്നും അതിൻ്റെ ആവറേജ് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കാണുക. ഇതേപോലെ വൈൻ്റെ ആവറേജ് നിന്ന് എന്ത് ചെയ്യുക, വൈ കുറക്കുക, വൈന്ന് വൈൻ്റെ ആവറേജും കുറക്കുക. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണാം. എന്നിട്ട് അതിൻ്റെയൊക്കെ ടോട്ടൽ ചെയ്യുക, ഈ സ്ക്വയറിൻ്റെ മൊത്തം ടോട്ടൽ ചെയ്യുക 130 കിട്ടും. അതാണ് ഈ സാധനം, ഏത് എക്സ് മൈനസ് ആവറേജിൻ്റെ സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താണ്, ഈ എക്സിനോട് ഓരോ ആവറേജും കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് ആ സ്ക്വയർ കൂട്ടിയതാണ് ഈ ഒരു സാധനം. മനസ്സിലായല്ലോ. അതേപോലെ വൈൻ്റെ ഓരോന്നിൻ്റെ ആവറേജ് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് സ്ക്വയർ മൊത്തം എന്ത് ചെയ്തു കൂട്ടി. ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ എക്സ് മൈനസ് ആവറേജിൻ്റെ സിഗ്മ സ്ക്വയർ നമുക്ക് കിട്ടി, വൈ മൈനസ് വൈ സ്ക്വയറിൻ്റെ സിഗ്മ നമുക്ക് കിട്ടി. ഇനി അടുത്ത് ചെയ്യാനുള്ളത് വെച്ചാൽ എക്സ് ഇൻറ്റു വൈ ആണ്. എന്നാൽ നമുക്ക് ഇവിടെ കിട്ടിയ ഈ എക്സ് കുറച്ച് എക്സ് ആവറേജ് കുറച്ച് എക്സ് ഉണ്ടല്ലോ, അതും വൈന്ന് ആവറേജ് കുറച്ച് വൈയും തമ്മിൽ ഗുണിക്കുക. അപ്പോൾ -7 -8 ഗുണിച്ചാൽ +56. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, ഈ എക്സ് മൈനസ് ആവറേജ് ഇൻറ്റു വൈ മൈനസ് ആവറേജ് എന്നുള്ളത് കിട്ടും. അതാണ് സിഗ്മ എക്സ് വൈ എന്നാൽ +ഓ -ഓ 60 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 6 കണ്ടെത്താൻ, അതായത് നമ്മളിവിടെ കോറിലേഷൻ കൊണ്ട് കാണണമല്ലോ സഹബന്ധം, 6 കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടി, സിഗ്മ എക്സ് വൈ ബൈ എൻ, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടത് വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടത് എന്നാൽ സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഈ സാധനമാണ് അല്ലേ, എക്സിന് ആവറേജ് കുറച്ച് കണ്ടുള്ളതും വൈന്ന് ആവറേജ് കുറച്ച് കണ്ടുള്ളതും ഗുണിച്ചതിൻ്റെ ടോട്ടൽ അത് നമ്മളിവിടെ കണ്ടെത്തി. എത്ര കിട്ടി നമുക്ക്, 60 കിട്ടി. അപ്പോൾ അത് 60 അവിടെ എഴുതി കൊടുത്തു. അടുത്തത് എന്താണ്, എൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആദ്യം നമുക്കത് കാണാൻ മനസ്സിലായി. എങ്ങനെ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ എന്താ വേണ്ടി, നമ്മൾ ആദ്യം കഴിഞ്ഞ പാഠത്ത് പഠിച്ചു റൂട്ട് ഓഫ് ടോട്ടൽ എക്സ് മൈനസ് ആവറേജിൻ്റെ സ്ക്വയറിനെ എൻ കൊണ്ട് ഹരിച്ചതിൻ്റെ റൂട്ടാണ് എന്ത്, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതേപോലെ വൈയിൽ നിന്ന് ആവറേജ് കുറച്ചതിൻ്റെ മൊത്തം ടോട്ടലിൻ്റെ റൂട്ട് അല്ലേ, അതായത് നമ്മളിവിടെ എക്സിൻ്റെ ആവറേജ് കുറച്ചതിൻ്റെ ടോട്ടൽ പറഞ്ഞാൽ ഈ സാധനമാണ്, നമുക്ക് 130 കിട്ടി. അതിൻ്റെ ഓക്കെ അത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതായത് 130 പറഞ്ഞാൽ ഇത് ഓരോന്നും ചെയ്തു നടത്താം. എക്സ് സ്ക്വയർ നമ്മൾ ഓരോന്നിൻ്റെ സ്ക്വയർ കണ്ടല്ലോ, എക്സിൻ്റെ ആവറേജ് കുറച്ച് ഇതാണ്, അതിൻ്റെ സ്ക്വയർ നമ്മൾ ഓരോന്ന് കണ്ടു, അതിൻ്റെ ടോട്ടലാണ് 130 കിട്ടി. അപ്പോൾ അത് 130 കിട്ടി. പിന്നെ അതിൻ്റെ 130 ബൈ എന്ത് എൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട് കാണുമ്പോൾ 3.6 കിട്ടും. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. വൈൻ്റെ നമ്മൾക്ക് എന്താ കിട്ടി, വൈയിൽ നിന്ന് ആവറേജ് കുറച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയിരുന്നു, അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഇത്രയും കിട്ടും. അതായത് സ്ക്വയർ ഓരോന്നിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ സിഗ്മ അതിൻ്റെ ടോട്ടൽ എത്രയാണ്, 166ആണ്. 166 ബൈ 10 റൂട്ട് കാണുമ്പോൾ 4.1 കിട്ടും. പിന്നെ എൻ നമ്മളോട് പറഞ്ഞ എത്രയാണ്, 10 ആണ് അല്ലേ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ 6 ചെയ്യാൻ നമുക്ക് സിഗ്മ എക്സ് വൈ നമ്മൾ ആദ്യം കണ്ടെത്തി അല്ലേ, 60 കിട്ടി. പിന്നെ എൻ 10 ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടി 3.6 ആണ്. പിന്നെ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടി 4.1 ആണ്. ഇത് മൊത്തം കുടിച്ചു കഴിഞ്ഞാൽ അടിയിൽ 147.6 മേലെ 60 ആവും. അത് ചെയ്ത് കഴിഞ്ഞാൽ +0.407. ഇതാണ് ഫസ്റ്റത്തെ ഒരു മെത്തേഡ്. ഇതേ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ സിമ്പിളായിട്ട് ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് എന്താ, സിഗ്മ എക്സ് മൈനസ് ആവറേജ് വൈ മൈനസ് ആവറേജിനെ ഗുണിക്കുക ടോട്ടൽ, അതിൻ്റെ ടോട്ടൽ പിന്നെ ഹരിക്കണം റൂട്ട് സിഗ്മ
എക്സ് മൈനസ് ആവറേജിൻ്റെ സ്ക്വയറിനോട് അതിന് ടോട്ടലും പിന്നെ സിഗ്മ വൈ മൈനസ് വൈൻ്റെ സ്ക്വയറിന് ടോട്ടലും ആവറേജിൻ്റെ. അപ്പോൾ അത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എക്സ് മൈനസ് ആവറേജിൻ്റെ ടോട്ടൽ എത്രയാണ് ഓർമ്മ ഉണ്ടാവും? എക്സ് മൈനസ് ആവറേജിൻ്റെ ടോട്ടൽ അല്ലേ, അത് വളരെ നമ്മളോട് കണ്ടെത്തി കഴിഞ്ഞു. എത്രയാണ്? എക്സും വൈയുടെ ഇതിൻ്റെ ടോട്ടൽ നമ്മളിവിടെ കൂട്ടി കഴിഞ്ഞല്ലോ, ഗുണിച്ചല്ലോ. അതായത് ഓരോന്ന് നമ്മൾ ഗുണിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടെത്തി അല്ലേ. ഈ എക്സ് പിന്നെ ഈ വൈയും തമ്മിൽ ഗുണിച്ചിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. അതാണ് എക്സ് മൈനസ് ആവറേജ് ഇൻറ്റു വൈ മൈനസ് ആവറേജ്. അതല്ല ഇവിടെ പറഞ്ഞേ, എക്സ് മൈനസ് ആവറേജ് ഇൻറ്റു വൈ മൈനസ് ആവറേജ്. അതിൻ്റെ ടോട്ടൽ എത്ര നമുക്ക് കിട്ടി? 60 കിട്ടി. അപ്പോൾ അതാണ് സിഗ്മ എക്സ് വൈ. അപ്പോൾ 60 അവിടെ കൊടുത്തു. പിന്നെ താഴെയുള്ളത് ഇതിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ടാണ് അല്ലേ, അഥവാ എക്സ് മൈനസ് ആവറേജിൻ്റെ സ്ക്വയറിൻ്റെ സിഗ്മ ഇവിടെ കണ്ടെത്തി. എക്സ് മൈനസ് ആവറേജിൻ്റെ ഓരോന്നിൻ്റെ സ്ക്വയർ നമ്മളിവിടെ കണ്ടെത്തിക്കണം. അതിൻ്റെ സിഗ്മ പറഞ്ഞാൽ ഈ 130 അതേപോലെ വൈ മൈനസ് ആവറേജ് അല്ലേ, അതിൻ്റെ സിഗ്മ നമ്മളിവിടെ കണ്ടെത്തി. സിഗ്മ പറഞ്ഞാൽ ഇങ്ങനെ സംശയിക്കണം, ടോട്ടലാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കണ്ടെത്തി 166. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റൂട്ടാണ് ഇവിടെ കാണാൻ പറഞ്ഞത്. റൂട്ട് 130 ഇൻറ്റു റൂട്ട് 166 എന്നാണ് 147.6. 60/147.6 പറഞ്ഞാൽ 0.407. മനസ്സിലായല്ലോ? ഇനി അപ്പുറത്തുള്ളതും ഇതേപോലെ തന്നെ ചെയ്യലാണ്. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാവുന്നതാണെന്ന് അർത്ഥം. ഓക്കെ.